Hi everybody, how is everyone doing? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എന്നെ അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ പേര് ജാൻസി. ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അഡ്ലേഡ് സൗത്ത് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ആ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളൊരു 90 ഡേയ്സ് ചലഞ്ച് എടുത്തിട്ടുണ്ട്. 90 ഡേയ്സ് ചലഞ്ചിൽ ഇന്ന് ഡേ 10 ചലഞ്ചാണ് ഇന്ന് ഞങ്ങളുടെ. സോ എൻ്റെ ബ്രേക്ക് ടൈമാണിപ്പോൾ. അപ്പം ഞാൻ ഓർത്തും ലഞ്ച് ടൈമിന് വന്നപ്പോഴത്തേക്കിന് എന്നാൽ ഇന്നത്തെ ഡേ 10ൻ്റെ ചലഞ്ച് ഇന്ന് അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് എനിക്ക് അങ്ങനെ പ്രത്യേകം ടോപ്പിക്കൊന്നും ഇല്ല പറയാനായിട്ട്. പിന്നെ എന്നോട് ഇന്ന് എനിക്കൊരു ഇമെയിൽ വന്നായിരുന്നു. അപ്പം ഞാൻ ഓർക്കുന്ന അതിനെ കുറിച്ച് പറയാവുന്ന ഒരു എൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഒരാളിൻ്റെ ഒരു ഇമെയിലാണ് വന്നത്. ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോയെന്നും ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ അതിനു വേണ്ടി ഞാൻ അറിയാൻ മേലാത്ത ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, എല്ലാ ബിസിനസ്സും പോലെ തന്നെ ഈ ബിസിനസ്സിനും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ബിക്കോസ് ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വേൾഡിലെ ഒരു സ്ഥലത്ത് പോലും നമുക്ക് നമ്മുടെ ഓൺ പേരിൽ ഒരു ബിസിനസ് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. സോ ഞാൻ സാധാരണ അവരോട് ചോദിക്കാറുണ്ട്, ക്യാൻ യു ഡു എ ബിസിനസ് വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെൻറ്റ് എനിവെയർ ഇൻ ദ വേൾഡ്? ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കൺട്രിയിലോ സ്റ്റേറ്റിലോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നമ്മുടെ ഓൺ പേരിൽ നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കം ബാക്ക് ടു മീ. അങ്ങനെ ഞാൻ പറയാറുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. ഇറ്റ്സ് നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ്സും നമ്മുടെ പേര് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കൊരിക്കലും നമുക്കൊരിക്കലും അത് ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ദർ ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. സോ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ സ്കാം. അതൊരു സ്കാം ആയിരിക്കും. ഇതിപ്പോൾ റിയൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് ആയതും കൊണ്ടാണ് ഇതിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതും ഇതിന് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നതും അതെല്ലാം ഇത് റിയൽ ആയിട്ടുള്ളൊരു ബിസിനസ് ആയതും കൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ബിസിനസ്സാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലേ നമുക്ക് ഇതിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഇപ്പം ഒരു മാവേന്ന് മാങ്ങ കിട്ടണമെങ്കിൽ ആ ഒരു മാങ്ങാണ്ടി നമ്മൾ കുഴിച്ചിട്ടെങ്കിലല്ലേ അതിൽ നിന്ന് മാങ്ങ കിട്ടാൻ മാവുണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും. സോ അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. സോ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുന്നവരെ ബൈ എവരിവൺ.